ഭാരതത്തെ പുണ്യഭൂമിയായി കാണുന്നവർക്ക് ഹിമാലയത്തിലേക്കുള്ള യാത്രകൾ ഒരിക്കലും വിനോദയാത്രകളല്ല. ആത്മശുദ്ധീകരണത്തിനും ആത്യന്തികമായി മോക്ഷപ്രാപ്തിക്കും വേണ്ടി മനുഷ്യരൂപം ലഭിച്ച ഓരോ ജീവാത്മാവും സർവസംഘ പരിത്യാഗിയായി നിർവഹിച്ചിരിക്കേണ്ട അവസാനകാല കർമ്മങ്ങളിൽ സുപ്രധാനമായ ഒന്നാണ് അവർക്ക് തിരിച്ചു വരേണ്ടതില്ലാത്ത ആ യാത്ര. എന്നാൽ ജീർണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് തീർത്ഥങ്ങളിലാടി ദേഹത്തിനും ദേഹിക്കും നവചൈതന്യമേകി പുനർജനിക്കാനും ആധുനിക കാലത്ത് ഹിമപർവ്വതത്തിലേക്കുള്ള യാത്ര ഉപകരിച്ചു വരും. 100ഓളം തീർത്ഥാടകരെ നയിച്ച് ആ സേതു ഹിമാചലം 45 തവണ സഞ്ചരിച്ച അടുത്ത യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ഹിമാലയം കൃഷ്ണൻ നായരെയാണ് വേറിട്ട കാഴ്ചകളിൽ ഇന്ന് നാം പരിചയപ്പെടുന്നത്. ഹിമാലയ യാത്ര ഇനി പോണത് 43ാമത്തെ പ്രാവശ്യമാണ്. പക്ഷെ അതിനു മുമ്പ് പല പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. 50 ചില്ലുവാനം പ്രാവശ്യം ഹിമാലയ യാത്ര നടത്തി. ചെറുപ്രായത്തിൽ പക്ഷികൾ പറന്നു പോണ കാണുമ്പോൾ ഒരു കൗതുകം ഉണ്ടായിരുന്നു. 2 ചിറകുണ്ടായിരുന്നെങ്കിൽ ഇതേപോലെ പറന്ന് ഈ രാജ്യം മുഴുവനും ചെന്ന് കാണാമല്ലോ എന്ന ഒരു കൗതുകം ചെറുമനസ്സിൽ ഉണ്ടായത് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് അഭേദാനന്ദ സ്വാമിയുമായിട്ട് പരിചയപ്പെടാൻ സാധിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് യാത്ര എന്ന് പറയുന്നത് ഹരമാണ്. അപ്പോൾ ഒരു 10-12 വയസ്സ് മുതൽ സ്വാമിയുടെ കൂടെ പദയാത്രകളും അതോടൊപ്പം തന്നെ പ്രഭാതബേരി യാത്രാപ്രിയനാണ് സ്വാമി. അപ്പോൾ നമ്മൾ തമ്മിലൊരു യോജിപ്പായി. യാത്ര ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ ഒരു വ്രതവും അതിനു പറ്റിയ ഒരു ഗുരുവിനെയും കിട്ടിയപ്പോൾ ആനന്ദമല്ല പരമാനന്ദമായി. അങ്ങനെയാണ് ഈ യാത്രയ്ക്ക് തുടക്കമിട്ടത്. ഹിമാലയം എത്ര കണ്ടാലും മതിവരാത്ത ഒരു പർവ്വതമാണ്. അപ്പോൾ ഇത്രയും പ്രാവശ്യം ഹിമാലയം കയറിയിട്ടും ഹിമാലയത്തിനെ പറ്റി അതിൻ്റെ കടലിൽ നിന്ന് ഒരു തുള്ളി വെള്ളം എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ട്, കടൽ എത്രയും വിശാലം ആണ്. അതേപോലെ വിശാലമാണ് ഹിമാലയം. ഓരോ യാത്രയിലും ധാരാളം പഠിത്തങ്ങൾ ഉണ്ടാകുകയാണ്, വീണ്ടും പഠിക്കണമെന്നുള്ളൊരു തോന്നൽ. അങ്ങനെയാണ് ഹിമാലയം. എനിക്ക് ഹിമാലയത്തിൽ വെച്ച് ഒരു പ്രാവശ്യം ഡിസെൻട്രി വന്നു. വളരെ സീരിയസ് ആയി അത്. അപ്പോൾ അവിടെ നിന്നൊരു ടാക്സി സംഘടിപ്പിച്ച് ശ്രീനഗറിൽ വന്ന് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് തൊലി വലിച്ചു കഴിഞ്ഞാൽ നീണ്ടു വരും. അത്രത്തോളം ശരീരത്തിലെ ജലാംശങ്ങളെല്ലാം പോയി. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇനി 2 ദിവസം അയാൾ ചികിത്സിച്ചു. അപ്പോൾ മരണം മുഖാമുഖം കണ്ട് ഞാൻ കിടക്കുകയായിരുന്നു. എന്തായാലും ഹിമാലയത്തിൽ വെച്ച് സമാപനമാകും എന്നൊരു തോന്നലും ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ 2ാം ദിവസം രാത്രി പറഞ്ഞു ഈ ഞങ്ങളെ പരിധിയിലുള്ള ചികിത്സയെല്ലാം ആയിക്കഴിഞ്ഞു, ഞാനൊരു ചെറിയ കാര്യം അങ്ങയുടെ ചോദിക്കട്ടോ. ഞാൻ പറഞ്ഞു ചോദിച്ചോളാൻ പറഞ്ഞു. ഇവിടുത്തെ നാട്ടുവൈദ്യം ഹിമാലയ ഒറ്റമൂലി പ്രയോഗം നടത്തിട്ടോ, അതിൽ ഒബ്ജക്ഷനുണ്ട്. ഞാൻ പറഞ്ഞു ഒരു ഒബ്ജക്ഷനും ഇല്ല. അപ്പം അങ്ങനെ അവിടുത്തെ ഹിമാലയത്തിലെ ഒരു ഒറ്റമൂലി വൈദ്യൻ അയാൾ ഒരു ഡോസ് മരുന്ന്, കുതിരച്ചാണാവും ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത്ര കശപ്പുള്ള ഒരു നേരം എന്ന് പറഞ്ഞാൽ വാ തുറന്ന് നിറച്ച് മരുന്ന് അങ്ങനെ ഉരുട്ടി തന്നു. അത് കഴിച്ച് അന്ന് രാത്രി ഈ ഡിസെൻട്രി ശരിയായി, കുഴപ്പമില്ലാതായി. അപ്പോൾ ഡോക്ടർ ചോദിച്ചു ഈ അലോപ്പതി തോറ്റു, ആയുർവേദം ജയിച്ചു, ഇതാണ് ഹിമാലയം എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ ഇത് ഒരു ചെറിയ അനുഭവമാണ്. ഇതേപോലെ നിരവധി അനുഭവങ്ങൾ ഹിമാലയത്തിൽ നിന്ന് പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹിമാലയം എത്ര കയറിയാലും എത്ര പഠിച്ചാലും മതി വരാത്ത ഒരു സ്ഥലമാണ് ഹിമാലയം. അദ്ദേഹം സംഘടിപ്പിക്കുന്ന തീർത്ഥയാത്ര അത് ശരിക്കും ഒരു സാംസ്കാരികവും വൈജ്ഞാനികവുമായിട്ടുള്ള വിദ്യാഭ്യാസം കൂടാണ്. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. രണ്ടാമത്തത് ഇത് ഒരു എല്ലാ വിഭാഗം ആളുകളും ജാതി മതഭേദമില്ലാതെ ഉച്ചനീചത്വങ്ങളൊന്നുമില്ലാതെ വെറും പാമരനും അങ്ങേയറ്റത്തെ പണ്ഡിതനും വലിയ സമ്പന്നനും ഏറ്റവും ദരിദ്രവാസിയും ഒക്കെ ഉൾപ്പെടുന്ന നമ്മുടെ പൊതുജനത്തിൻ്റെ ഒരു പരിച്ഛേദം
ആണ് ഈ സംഘത്തിലുള്ളത്. വ്യത്യാസങ്ങളൊന്നും മനസ്സിലില്ലാതെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒരേ ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന ഒരു യാത്രയായിട്ടാണ് ഇത് ആവിഷ്കരിച്ചിരിക്കുന്നത്. നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ആഹാരം കഴിക്കുന്നു, നമ്മൾ തന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സ്ഥലങ്ങളെ കണ്ടെത്തുന്നു ഈ താമസിക്കാനും മറ്റും. പിന്നെ അതുപോലെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അവിടുത്തെ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളെ കണ്ട് കൗതുകം പൂണ്ടിഞ്ഞ് വരികയല്ല. അതിൻ്റെ ചരിത്രം, അത് ആ പ്രദേശങ്ങൾക്കുള്ള സാംസ്കാരിക പ്രാധാന്യം, ഏതെല്ലാം തരത്തിലത് ഭാരതത്തിൻ്റെ ദേശീയ ജനതയുടെ ഇന്നത്തെ അവസ്ഥയിലേക്കുള്ള ഉരുത്തിരിയലിന് കാരണമായിട്ട് ഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ അസംഖ്യമായിട്ടുള്ള അറിവിൻ്റെ ഒരു വാതിൽ തുറക്കലാണ് നമുക്ക് ഈ യാത്ര കൊണ്ട് കിട്ടുന്നത്. കന്യാകുമാരി ജില്ലയിൽ അണ്ടുകോട് മേടയിൽ വീട്ടിൽ സുന്ദരൻ പിള്ളയുടെ മകൻ കൃഷ്ണൻ നായർക്ക് 10ാം വയസ്സിലാണ് സ്വാമി ചിന്മയാനന്ദന്റെ ഗുരുവായിരുന്ന തപോവനസ്വാമിയുടെ ഹിമഗിരി വിഹാരം എന്ന വിഖ്യാത ഗ്രന്ഥം തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭന്റെ കോട്ടയ്ക്കകത്തുണ്ടായിരുന്ന അഭേദാനന്ദ സ്വാമിയിൽ നിന്നും ലഭിച്ചത്. ആകാശം മുഴുവൻ പറന്നു നടക്കാൻ ചിറകുണ്ടായിരുന്നെങ്കിലെന്ന് സ്വപ്നം കണ്ടു നടന്നിരുന്ന കാലമായിരുന്നു. അന്ന് ആ പുസ്തകം കാതിൽ മുഴക്കിത്തുടങ്ങിയ ഹിമവാന്റെ വിളി ഇതുവരെയും നിലച്ചിട്ടില്ല. ഓരോ ദിവസവും പുലരുന്നത് ആ വിളി കേട്ടുകൊണ്ടും അടുത്ത യാത്രയ്ക്കുള്ള മുന്നൊരുക്കങ്ങളിലേക്കുമാണ്. ഇത് ചിട്ടപ്പെടുത്തിയെടുത്തത് മഹാത്മാഗാന്ധിയുടെ ഭക്തനും ശിഷ്യനുമായ അംബികാനന്ദ സ്വാമിയാണ്. ഏറ്റവും കൂടുതൽ യാത്ര കേരളത്തിൽ നടത്തിയിട്ടുള്ള ഒരു സന്യാസിവര്യനാണ് അംബികാനന്ദ സ്വാമി. തീർത്ഥാടനം എന്ന് പറയുന്ന സ്വാമിക്ക് ഒരു ഹരമാണ്. അപ്പോൾ അങ്ങനെ സ്വാമിയിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ വച്ച് അംബികാനന്ദ സ്വാമി ഒരുപാട് കാര്യങ്ങൾ ചിട്ടപ്പെടുത്തിയെടുത്തു. അപ്പോൾ അതിൽ ഒന്ന്, നാം എവിടെ പോണു, എന്തൊക്കെയാണ് ക്ഷേത്രങ്ങൾ, അവിടെ എന്തൊക്കെ വിശേഷങ്ങൾ എന്ന് നമ്മൾ നേരത്തെ തന്നെ അതൊന്ന് ബുക്കാക്കും. ഓരോ ക്ഷേത്രത്തിനെ പറ്റി ഒരു ചെറിയ വിവരണം, പിന്നെ നമ്മുടെ ആചാര്യന്മാർ പറയണ അനുഭവങ്ങൾ, തീർത്ഥാടനം നടത്തുമ്പോൾ നമ്മൾ എന്തൊക്കെ കരുതണം, എങ്ങനെ വേണമെന്നുള്ള ആചാര്യന്മാരെ പ്രസ്താവനകൾ, പിന്നെ യാത്രയിൽ വന്ന ആളുകളെ അനുഭവങ്ങൾ, നിബന്ധനകൾ, ഓരോ ക്ഷേത്രത്തിൻ്റെയും പറ്റി കുറച്ച് കാര്യങ്ങൾ, ഇങ്ങനെ ഒരു 100 പേജിനകത്തുള്ള ഒരു ബുക്ക് ആദ്യമായിട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കും. ഏത് യാത്രക്കാരൻ ആവശ്യപ്പെട്ടാലും നമ്മളത് സൗജന്യമായിട്ട് അയച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ യാത്രാവേളയിൽ എല്ലാം പ്രായാധിക്യമുള്ള ആളുകളാണ് യാത്രയിൽ വരുന്നത്. അപ്പോൾ അവർക്ക് ഓർമ്മപ്പശകായിട്ട് എവിടെയെങ്കിലും വഴിതെറ്റിപ്പോയാൽ പിന്നെ അവർക്ക് ഭാഷയൊന്നും കൈവശമല്ല, നാട്ടിലെ ഭാഷ അവർക്ക് കൈവശമില്ലാത്തതുകൊണ്ട് ഈ നമ്മൾ താമസിക്കുന്ന എല്ലാ സ്ഥലങ്ങളെയും അഡ്രസ്സും ഫോൺ നമ്പരും പ്രിൻ്റ് ചെയ്ത് പേഴ്സിനകത്ത് വയ്ക്കത്തക്കവണ്ണം ഒരു ബുക്ക് ഞങ്ങൾ കൊടുക്കാറുണ്ട്. ആ ബുക്ക് യാത്ര തുടങ്ങുമ്പോൾ എല്ലാവരെയും ഇരുന്ന് പരിചയപ്പെടുത്തുന്ന ഒരു സമ്പ്രദായം, ഗാന്ധിയൻ സമ്പ്രദായമുണ്ട്. എവിടെ നിന്ന് വരണു, എന്തായിരുന്നു ജോലി, എത്ര മക്കളുണ്ട്, യാത്ര മുമ്പ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കുകയും അവർ അത് പറയുകയും എല്ലാവരുമായിട്ടൊരു ബന്ധപ്പെടുകയും, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരിചയപ്പെടുത്താൽ. അപ്പോൾ അതിൽ ഞങ്ങൾ ഈ ബുക്കിൻ്റെ കാര്യം പ്രത്യേകം ഊന്നി പറയും, ബുക്ക് പേഴ്സിൽ തന്നെ വയ്ക്കണം. അതേപോലെ തന്നെ നമ്മൾ വേറൊരു പ്രസിദ്ധീകരണം കൂടെ ഇറക്കാറുണ്ട്, ട്രെയിനിൻ്റെ ടൈം ടേബിൾ നമ്മൾ പോണ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ ട്രെയിനിൻ്റെ ടൈം ടേബിൾ പ്രിൻ്റ് ചെയ്ത് പുതിയ നിർദ്ദേശങ്ങളുമായിട്ട് ലാസ്റ്റിലെ മെസ്സേജ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അത് പോയിട്ട് ഈ മൊത്തം യാത്രക്കാരെ എല്ലാം ഉൾപ്പെടുത്തി അവരെ ഫോട്ടോയും ഫോൺ നമ്പരും പൂർണ്ണ മേൽവിലാസവും വെച്ച് ഒരു ബയോഡേറ്റ് ബുക്ക് നല്ല രീതിയിൽ പ്രിൻ്റ് ചെയ്ത് യാത്രക്കാർക്ക് കൊടുക്കാറുണ്ട്. കാരണം ഒരു മാസം യാത്ര ചെയ്യുമ്പോൾ യാത്രക്കാർ ഒരു കുടുംബം പോലെയാകും. ഇപ്പോൾ നമ്മളെ സങ്കല്പത്തിൽ അഭേദ കുടുംബം, ഭേദമില്ലാത്തൊരു കുടുംബം. അപ്പോൾ ആ കുടുംബാംഗങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാൻ ഈ ബയോഡേറ്റ് ബുക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ പ്രസിദ്ധീകരിച്ച് യാത്രക്കാർക്ക് കൊടുത്ത ശേഷമാണ് ഞങ്ങൾ പോണത്. അത്
അമ്പിയാനന്ദ സ്വാമി ഒരു ഗാന്ധിയനായതുകൊണ്ട് അങ്ങേര് തുടങ്ങി വച്ച ചിട്ട ഇന്നും അദ്ദേഹം സമാധിയായ ശേഷം അതേപോലെ നടത്താറുണ്ട്. അതാണ് ഞങ്ങളെ യാത്ര. തീർത്ഥയാത്ര എന്ന് പറഞ്ഞാൽ അത് മനുഷ്യ ജീവിതത്തിൽ എല്ലാ അംശങ്ങളിലും അവരെ ഉയർത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. പ്രാചീന കാലത്ത് ഭാരതീയ മഹർഷിമാർ താമസിക്കുകയും തപസ്സനുഷ്ഠിക്കുകയും അവർ പെരുമാറുകയും ചെയ്യുന്ന സ്ഥലമാണ് തീർത്ഥസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അങ്ങോട്ടേക്കുള്ള യാത്ര, അത് കൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള യാത്രയിൽ അത് ഹൃദയത്തിനും ശരീരത്തിനും മുഴുവൻ ഉന്മേഷദായകമായിട്ട് തീരുന്നതിനൊരു പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ ആ സംഘാടകൻ്റെ ഹൃദയശുദ്ധിയും ഉദ്ദേശശുദ്ധിയും ആണ്. അദ്ദേഹം ഇതിനു വേണ്ടി സമർപ്പിത ചേതസ്സായി കുട്ടിക്കാലത്ത് തന്നെ ഒരു ജീവിത ദൗത്യം എന്ന നിലയിലാണ് അദ്ദേഹം ഇത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഫുഡ് ഒരു വലിയ ഒരു വിഷയമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ യാത്ര പോകുമ്പോൾ ഇവിടെ നിന്ന് എന്തെല്ലാം അവിടെ കിട്ടാത്ത എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടോ അതൊക്കെ ഇവിടെ നിന്ന് ശേഖരിക്കുക. പിന്നെ അരി പ്രശ്നം, നമുക്ക് രാത്രി കഞ്ഞിയാണ് കുടിക്കണത് എന്നും, എങ്കിലേ ക്ഷീണം മാറുള്ളൂ. അതിനുള്ള ചമ്പാവരി ഇവിടെ നിന്ന് തന്നെ കൊണ്ടുപോകും. പിന്നെ നമ്മളെ പാചകക്കാരെന്ന് പറയുന്നത് 5 പേരാണ്. അവർ നല്ല രീതിയിൽ ആഹാരം ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ആഹാരം നല്ല രീതിയിൽ ആളുകൾ കഴിച്ചു കഴിഞ്ഞാൽ എനർജി ആവും, യാത്രയ്ക്ക് യാതൊരു തടസ്സവുമില്ല. കൃഷ്ണൻ നായരുടെ യാത്രകൾ മുഴുവനും ഒരു സാമ്പത്തിക ലാഭം ഉദ്ദേശിച്ച് അദ്ദേഹം നടത്തുന്ന അല്ലെങ്കിൽ ആ ആശ്രമം നടത്തുന്ന യാത്രകളല്ല. വളരെയധികം ആത്മാർത്ഥതയോട് കൂടിയിട്ട് സാമ്പത്തിക ലാഭം ഉദ്ദേശിക്കാതെ പല യാത്രകളും കഴിഞ്ഞ് വരുമ്പോൾ കൃഷ്ണൻ നായർ സാറിൻ്റെ കയ്യിൽ നിന്ന് ആയിരക്കണക്കിന് രൂപ നഷ്ടമാണ് സംഭവിക്കുന്നത്. എങ്കിലും ആ നഷ്ടം വരെ സഹിച്ചിട്ട് അദ്ദേഹം വളരെ ഒരു ആത്മീയമായിട്ടൊരു കാര്യം ചെയ്യുന്ന നിർവൃതിയോട് കൂടിയിട്ടാണ് അദ്ദേഹം യാത്രകൾ സംഘടിപ്പിക്കുന്നത്. ഒരിക്കലും അവിടെ ഒരു അദ്ദേഹത്തിനെ സംബന്ധിച്ചൊരു സാമ്പത്തിക ലാഭം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സംഘാടകനല്ല കൃഷ്ണൻ നായർ. വാർദ്ധക്യം ബാധകമല്ല. മനസ്സ് ശുദ്ധമാണെങ്കിൽ ഇവിടെയെല്ലാം എത്തിപ്പെടും എന്നുള്ള ഒരു തോന്നൽ തീർത്ഥാടകർക്ക് യാത്രയുടെ അവസാനം ഉണ്ടാകും. കാരണം എണീക്ക വയ്യാതെ കിടക്കുന്ന കഥാപാത്രത്തിനും ഒന്ന് കേദാർനാഥിൽ പോകണമെന്നുണ്ടെങ്കിൽ ശ്രീമാൻ കൃഷ്ണനായരുടെ സംഘത്തിൽ തന്നെ പോകണം. ഇവിടെ എത്രയോ പാർട്ടികൾ ദിവസവും പത്രത്തിൽ കാണുന്നുണ്ട്. അത് അവരെ നടത്തുന്നുണ്ട്. പിന്നെ ഏജ് റെസ്ട്രിക്ഷൻ ഉള്ളവരുണ്ട്. ഇതല്ല, 96 ആണ് അങ്ങേയറ്റത്തെ ഏജ് ലിമിറ്റ്. 96. ഇനി 97 എന്ന് പറഞ്ഞ് വരാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രീമാൻ കൃഷ്ണൻ നായർ ഉൾപ്പെടുത്തിയിരിക്കും. അതീവ ശ്രദ്ധയോടെ എല്ലാ വിശദാംശങ്ങളും തയ്യാറാക്കിയാണ് ഹിമാലയം കൃഷ്ണൻ നായരുടെ 100ഓളം വരുന്ന തീർത്ഥാടക സംഘം പുറപ്പെടുക. 5 പാചകക്കാരും 1 ഡോക്ടറും വീഡിയോഗ്രാഫറും ഗൈഡും ഫോട്ടോഗ്രാഫറും കൂട്ടത്തിലുണ്ടാവും. 30ലേറെ ദിവസം നീളുന്ന യാത്രയിൽ ഭക്ഷണത്തിനും ചികിത്സയ്ക്കും കാലാവസ്ഥയ്ക്കും ആവശ്യമായി വന്നേക്കാവുന്ന അരിയൊഴികെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സകല സാമഗ്രികളുമായാണ് പുറപ്പാട്. പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചും പോകുന്നവരെക്കുറിച്ചുമുള്ള കൃത്യമായ സചിത്ര വിവരണങ്ങളടങ്ങുന്ന അച്ചടിച്ച ബുക്ക്ലെറ്റ് എല്ലാവരുടെയും കയ്യിലുണ്ടാവും. യാത്രയിൽ ആരും ആർക്കും അപരിചിതരാവില്ല. ചിത്രൻ നമ്പൂതിരിപ്പാടായാലും ഡോക്ടർ രാമനായാലും പ്രായമേറിയ അമ്മമാരായാലും ഈ സാരഥിയുടെ നേതൃത്വത്തിൽ സുരക്ഷിതരാണ്. ചിത്രകലാഭ്യാസം തുടങ്ങി. ചെറുപ്പത്തിൽ താല്പര്യം ഉണ്ടായിരുന്നു. അത് അഭ്യസിച്ചു. ഒരു ഗുരുവിൻ്റെ കീഴിൽ തന്നെ പഠിച്ചു. അതിന് KGT എന്ന് പറഞ്ഞൊരു എക്സാമിനേഷൻ എഴുതി. അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. നെയ്യാണ്ട് അവൻ അടുത്തൊരു സ്കൂളിൽ ഒരു ചിത്രകലാധ്യാപകനെ ആവശ്യമുണ്ടെന്നൊരു വാണ്ടറ്റ് ഇടാം. അങ്ങനെ ആദ്യമായിട്ട് പോയി ആ മാനിയരെ കണ്ടു. ഈ മാനിയർക്ക് എന്തോ പെട്ടെന്ന് നമ്മളെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആൾ പറഞ്ഞു, എന്നാൽ ഫാദറിനെ വിളിച്ചുകൊണ്ട് വരിക, നമുക്കിത് ഉറപ്പിക്കാം. അപ്പോൾ അങ്ങനെ നമ്മളെ ഫാദറിനെ പറഞ്ഞു, ഈ കള്ളിക്കാട്
എന്നൊക്കെ പറയുമ്പം വല്ലാത്ത സ്ഥലമാണ്. അവിടെയൊന്നും ചെന്ന് ചിക്കിക്കഴിഞ്ഞാൽ ശരിയാവില്ല. നമുക്കിതൊന്നും വേണ്ട, തുടർന്ന് പഠിക്കുക, അതാണ് അച്ഛൻ്റെ ഉപദേശം. പക്ഷേ ഒരു ധിക്കാരം വേണ്ടി വന്നു ഈ ചിത്രകലയിലുള്ള ഭ്രമം കൊണ്ട്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരു പെങ്ങൾ നെയ്യാറ്റിങ്കര താമസം ഉണ്ടായിരുന്നു, ദാക്ഷായണി അമ്മ എന്ന്. അവരോട് ചെന്ന് ഈ പ്രശ്നം അവതരിച്ചപ്പം പറഞ്ഞു, സാരമല്ല കുഞ്ഞെ, ഞാൻ ആ പൈസ തരാം. അങ്ങനെ ആ തുച്ഛമായ പൈസ ഞാനും എൻ്റെ സുഹൃത്തും കൂടെ പോയി ആ കരാറൊന്ന് ഉറപ്പിച്ച് അധ്യാപകനായി. അധ്യാപനത്തേക്കാൾ ആത്മീയതയിലായിരുന്നു അന്നും താൽപ്പര്യം. 20 വയസ്സിലെ തുടങ്ങി അവധിയെടുത്തുള്ള ഹിമഗിരി യാത്രകൾ. 37 വർഷത്തെ അധ്യാപക വൃത്തിക്കിടയിൽ ഏതാണ്ട് അത്രയും തവണ തന്നെ യാത്രകളും നടത്തി. യാത്രക്കിടയിൽ പലപ്പോഴും അപ്രതീക്ഷിത സ്ഥലങ്ങളിൽ നിന്ന് പഴയ ശിഷ്യരുടെ സഹായങ്ങളും ലഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ആഹ്ലാദത്തോടെ ഓർത്തെടുക്കുന്നു. കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലിനടുത്ത് പാർവതിപുരം എന്ന് പറയുന്ന ഗ്രാമത്താണ് ഈ ശാരദാശ്രമം. അപ്പോൾ ഈ ശാരദാശ്രമത്തിൻ്റെ പ്രസിഡന്റ് സ്വാമി അംബികാനന്ദ മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങളെ ഉൾക്കൊണ്ട് ജീവിച്ച കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് ഈ അംബികാനന്ദ സ്വാമി. അപ്പോൾ ഗാന്ധിജി ഒരിക്കൽ അദ്ദേഹത്തിനോട് പറയുകയുണ്ടായി, നമ്മളെല്ലാവരും സ്വാതന്ത്ര്യ സമരത്തിന് പോരാടി കഴിഞ്ഞാൽ ജനങ്ങൾ വളരെ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ സർവോദയ പ്രവർത്തനങ്ങൾ, കുറച്ച് തൊഴിൽ നിങ്ങളെ ഗ്രാമത്തിൽ ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ ഈ ഞാൻ താമസിക്കുന്ന സ്ഥലം അണ്ടുകോടെന്ന് പറയും, അതിനടുത്തൊരു സ്ഥലമാണ് മരുതങ്കോട്. മരുതങ്കോട് എന്ന് പറയുന്ന ഗ്രാമത്ത് ഒരു മഠം ഉണ്ടായിരുന്നു. ആ മഠത്തിനെയും അതിൻ്റെ അടുത്തുള്ള ആളുകളെയും ഒക്കെ ഒന്ന് കണ്ട് അവിടെ ഒരു 4-5 ഏക്കർ ഭൂമി ശ്രമകരമായിട്ട് ദാനമായിട്ട് വാങ്ങിച്ച് അവിടെ ഒരുപാട് വ്യവസായങ്ങൾ തുടങ്ങി. സോപ്പ് നിർമ്മാണം, പഞ്ഞി വന്നു കഴിഞ്ഞാൽ അത് വസ്ത്രമാകണത് വരെയുള്ള യൂണിറ്റ്, തേന് ശേഖരിച്ച് അതിന് ശുദ്ധീകരിച്ച് വിൽക്കണത്, ബേക്കറി സാധനങ്ങൾ. അപ്പോൾ ഇങ്ങനെ കുടിൽ വ്യവസായങ്ങൾ ഒരുപാട് ചെയ്ത് ആ നാട്ടിലെ ആളുകൾക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് അവിടെ അറിഞ്ഞ് വിനോബാബ നിർദ്ദേശം ചെയ്തു, ഇതിൻ്റെ മിച്ചം ഹരിജനോദ്ധാരണം നടത്തണം, അതുകൊണ്ട് ഈ ഹരിജനങ്ങളെ എടുത്ത് വളർത്തണം. അങ്ങനെ സ്വാമി ഒരു 70 പിള്ളേരെ എടുത്ത് വളർത്തി അവരെ വലുതാക്കി ജോലി കിട്ടി. ഈ കേന്ദ്രം, കസ്തൂർബ കേന്ദ്രം, സർവോദയ സംഘത്തിന് 1 രൂപയ്ക്ക് ദാനം കൊടുത്ത് സന്യാസവും എടുത്തിട്ടാണ് പിന്നെ ഈ ആത്മീയ പ്രവർത്തനം, ഫുൾ ടൈം ആത്മീയ പ്രവർത്തനക്കാരനായിട്ട് മാറിയത്. ആത്മീയാനുഭവങ്ങളിൽ സ്വയം നിമഗ്നനാവാനാണ് യാത്രയെങ്കിലും ഈ തീർത്ഥാടക കുലപതിക്ക് അതൊരിക്കലും വിരക്തിയിലേക്കോ കർമ്മരാഹിത്യത്തിലേക്കോ ഉള്ള മാർഗമല്ല. ഓരോ യാത്രയും കൃഷ്ണൻ നായരെ നവീകരിക്കുന്നു. വർദ്ധിതമായ ആവേശത്തോടെ, വിദ്വേഷലേശമില്ലാതെ, സഹജീവികൾക്ക് സാന്ത്വനം പകർന്നുകൊണ്ട് അത് അദ്ദേഹത്തെ കൂടുതൽ ഊർജ്ജസ്വലനാക്കുന്നു. നാഗർകോവിലിലെ പാർവതീപുരത്തുള്ള ശ്രീരാമകൃഷ്ണ കുടീരത്തിന്റെയും ശാരദാശ്രമത്തിന്റെയും പ്രവർത്തനങ്ങളിൽ മുഴുകി ജീവിക്കുമ്പോൾ കൃഷ്ണൻ നായർക്ക് ആകുലതകളില്ല, നിദ്രാവിഹീനമായ രാവുകളുമില്ല. അടുത്ത യാത്രയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രം. ഇപ്പോൾ യാത്രക്കാർക്കൊക്കെ വലിയൊരു സ്നേഹവും ബഹുമാനം വരെയാണ് ഈ യാത്ര അവസാനിക്കുമ്പോൾ. ഒരു മാസം അവസാനിക്കുമ്പോൾ ഇത്രയും ഭംഗിയായിട്ടൊരു യാത്ര നടത്തുക പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. 100 ആളുണ്ടെങ്കിൽ 100 ആൾക്ക് 100 സ്വഭാവങ്ങളാണ്, ആവശ്യങ്ങൾ വളരെ ഭിന്നമാണ്. ഏതാ നല്ല ഏതാ ചീത്ത എന്ന് പറയുന്നതിലൊക്കെ വളരെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള സമയത്ത് പോരായ്മകളുണ്ടാവും. നമ്മൾ വിചാരിച്ച സമയത്ത് സ്ഥലത്ത് എത്താത്ത പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഒരു 50-45 ആളെ കയറ്റുന്ന ബസ്സാണെങ്കിൽ കുറേ പേര് ബാക്കിലേ വരൂ, അത് സ്വാഭാവികമാണ്. അത് കഴിയുന്നത്ര ചെറുപ്പക്കാരെ ആക്കും. പക്ഷേ എല്ലാ ചെറുപ്പക്കാർക്കും പറ്റിയെന്ന് വരില്ല. ചിലർക്ക് സൂക്കേടുള്ളവരുണ്ടാവും, അപ്പോൾ അവരെ ഫ്രണ്ടിൽ കയറ്റുന്നത്. അപ്പോൾ കുറച്ച് പ്രായമുള്ളവർ പിന്നാക്കം പോണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെയുള്ള നിരവധി പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അതൊക്കെ വളരെ സൗമ്യമായി കൈകാര്യം ചെയ്ത്
നടത്തിക്കൊണ്ട് പോകുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ യാത്രാ സംഘം 44ാമത്തെ കൊല്ലം എത്തിച്ചേർന്നിട്ടുള്ളത്. 50 യാത്ര പൂർത്തിയാക്കിയ ശേഷം ഈ യാത്രയിൽ നിന്ന് വിരമിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പം അതിന് ഈ 50 യാത്ര ചെയ്ത ഡയറി കുറിപ്പ് ഞാൻ ശേഖരിച്ച് വെച്ചൊക്കെയാണ്. അപ്പം 50 വർഷം കഴിഞ്ഞിട്ട് ഒരു വലിയ ഗ്രന്ഥം രചന തുടങ്ങണം. അപ്പോൾ ഒരുപാട് ഫോട്ടോകൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ഒരു വലിയ ഗ്രന്ഥരചനയോടുകൂടി ഇതങ്ങ് സമാപിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. എന്തായാലും 50 ഇത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. പക്ഷേ എങ്ങനെ വരണമെന്ന് നമുക്ക് കണ്ടിരിക്കാം.